മലപ്പട്ടത്ത് നിന്ന് പര്യടനം തുടങ്ങാനുള്ള തളിപ്പറമ്പ് കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി കൊയ്യം ജനാർദ്ദനെ കോൺഗ്രസ് പ്രവർത്തകർ തടയുന്നു. അയാൾ തറവാട്ടുകയാണെന്നാണ് പറഞ്ഞത്. എനിക്ക് അയാളുടെ പേരൊന്നും അറിയില്ല. അയാൾ തറവാട്ട് സ്വത്താണ് ഗാന്ധി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിവിടെ ലോകത്ത് ആരും എൻ്റെ തറവാട്ട് സ്വത്താണ് ഗാന്ധിജി എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഗാന്ധി എൻ്റെ തറവാട്ട് സ്വത്താണെന്ന് പറഞ്ഞു. ഗാന്ധിജി എല്ലായിടത്തുമാണ്. ലോകത്തുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കക്ഷിയാണ് ഗാന്ധിജി. ആ ഗാന്ധിജിയുടെ ഇവിടെ പ്രതിമയിൽ മാലയിടാൻ സാധിക്കാതെ ഞാൻ മടങ്ങുകയാണ്. ഇത് ജനം കാണണം, ജനങ്ങളിത് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള തെമ്മാടികളാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് നോക്കുക. ഇത് ഒരാൾ ഇവിടെ ഗാന്ധിക്ക് വേണ്ടിയിട്ട് ഗാന്ധിജിയുടെ ഒരു അനുഗ്രഹം തേടാൻ വന്നപ്പോൾ ഈ രീതിയിലുള്ള തെമ്മാടിത്തരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഞാൻ പുറകോട്ട് പോകുന്ന പ്രശ്നമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് അയാളുടെ സ്വന്തം സ്വത്താണ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൊടുത്ത സ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കതറിയില്ല ഏതാണ് അയാളുടെ മകൻ തന്നെയാണോ ഇയാളെന്ന് എനിക്കറിയില്ല. താങ്കൾ ഇവിടെ നിന്ന് പര്യടനം ആരംഭിക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നതാണ്. പര്യടനം ഞാൻ തുടങ്ങി പര്യടനം തുടങ്ങി. അപ്പം ഗാന്ധിയുടെ പ്രതിമയിൽ മാല ചാർത്താനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് മാലയിടാൻ വേണ്ടി വന്നു കാണിക്കാന്ന് പറയാം. ഗാന്ധിജി ആരാണെന്ന് നമ്മളിപ്പോൾ നേരത്തെ കണ്ടത് കൊയ്യം ജനാർദ്ദനും ഒപ്പമുള്ളവരും അവിടെ തടയാനെത്തിയ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അഭിജിത്ത്, ഇപ്പോ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നത് വരെ അല്ലെങ്കിൽ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വരെ ശരിയാണ്. അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സ്ഥാനാർത്ഥിയായി ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച് പ്രചാരണം തുടങ്ങുന്ന ഒരാളെ എന്ത് പറഞ്ഞ് എതിർക്കും, എന്ത് പറഞ്ഞ് അവിടെ നിന്ന് തിരികെ പറഞ്ഞയക്കും കോൺഗ്രസ് പ്രവർത്തകർ? മാധു, തന്നെയാണ് പ്രശ്നം. അദ്ദേഹം അല്പസമയം മുൻപാണ് മലപ്പട്ടത്ത് നിന്ന് പര്യടനം ആരംഭിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഇവിടേക്ക് എത്തിയത്. ഇവിടെ നമുക്ക് കാണാം, നേരത്തെ ഏറെ വിവാദമായൊരു മലപ്പട്ടത്തെ ഗാന്ധി സ്തൂപം കൂടിയാണിത്. KPCC സ്ഥാപിച്ച ഗാന്ധിയുടെ പ്രതിമയാണ്. മലപ്പട്ടം സെന്ററിൽ തന്നെയുള്ള പ്രതിമയാണ്. ഇവിടെ ഗാന്ധി പ്രതിമയ്ക്ക് മാലയിട്ടതിന് ശേഷം തന്റെ പര്യടനം ആരംഭിക്കും എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത്. അതിൽ പ്രകാരമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. അതിനിടയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താ ശരി ഇവിടെ സംഭവിച്ചത്? പുറത്താക്കിയ ആളാണ് KPCC പ്രസിഡന്റ്. അയാളെ പുറത്താക്കിയത്. അപ്പോൾ അയാൾ ഇവിടെ വന്ന് മാലയിടാൻ നമ്മൾ വിടൂല. തെരഞ്ഞെടുപ്പ് അയാൾ മേടിച്ചു വെച്ചോട്ടെ, അയാൾ ആവശ്യം ഒരു എതിർപ്പില്ല. അയാൾക്ക് അവകാശമാണ്. അയാൾക്ക് എന്ത് സ്ഥാനാർത്ഥിയെ നിൽക്കുക അയാളുടെ അവകാശമാണ്. അല്ലാണ്ട് ഇവിടെ മാലയിട്ട് കോൺഗ്രസ് സ്ഥാപിച്ച ഒരു ഗാന്ധിക്ക് ഒരു മാലയിട്ടില്ല. അയാൾ ഒരു പ്രവർത്തനം ഇവിടെ നടത്തണ്ട. മാലപ്പട്ടം നല്ല ഏടി നടത്തണ്ട. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച കോൺഗ്രസും നമ്മൾ പ്രേക്ഷകരെ ആ കാണുന്ന ഗാന്ധി സ്തൂപത്തിന്റെ പേരിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും അക്രമ സംഭവങ്ങളും ഒക്കെ ഉണ്ടായതാണ്. അവിടെ ഗാന്ധി സ്തൂപത്തിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ മാല ഇട്ടതിനു ശേഷം പ്രചാരണം തുടങ്ങാമെന്നുള്ളതായിരുന്നു കൊയ്യം ജനാർദ്ദന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടി. അത് നടക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തടയുകയും തിരിച്ചയക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ.